ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ ഈ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ വേദനിപ്പിക്കാതെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുകളൊന്നും വരുത്താതെ ഇങ്ങനെ നമ്മൾ കൊണ്ടു നടക്കും. ആസ് എ പാരൻറ്റ് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പോലും ഞങ്ങളുടെ കുട്ടികൾ അനുഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലപ്പോഴും പാരൻസ് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ വേറൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ കിളികളൊക്കെ ഉണ്ടല്ലോ, വളർത്തു കിളികൾ, ഇപ്പോൾ ലവ് ബേർഡ്സ് അങ്ങനത്തെ അവരെ നമ്മൾ കൂട്ടിൽ ചിലപ്പോൾ കൂടഴിച്ച് തുറന്നു വെച്ചാൽ പോലും അവർ പറക്കാൻ വിസമ്മതിക്കും. അവർക്ക് ഇഷ്ടമില്ല പറക്കാൻ. അവർക്ക് എന്താണെന്ന് അറിയില്ല. അവരുടെ ആ ഒരു വിങ്സിൻ്റെ പവർ എന്താണെന്നറിയില്ല. അവർക്ക് ആകാശം എന്താണെന്നറിയില്ല. അതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയില്ല. അവർ ആ ഒരു കംഫർട്ട് സോണിലിരിക്കുന്ന കിളികളാണ്. പെട്ടെന്ന് ചത്തുപോകുമെന്ന് പറയും നമ്മൾ. ഈ ഫിഷ് ടാങ്കിൽ വളർത്തുന്ന മീനുകളും അതേപോലെ ഇങ്ങനെ കാരണം അവർക്ക് സമയാസമയത്തിന് കിട്ടുന്നുണ്ട്. ആ ഒരു കംഫർട്ട് സോണിൽ അത് ആസ്വദിച്ച് അതങ്ങനെ പോയോണ്ടിരിക്കുക. പക്ഷേ അതിന് പകരം അവർക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു ലോകമാണ് അല്ലേ? അവരുടെ വിങ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അവർ അറിയാതെ പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് പാരൻറ്റിങ്ങും. നമ്മൾ കുട്ടികളെ ഒരുപാട് പാമ്പർ ചെയ്തിട്ടും അവർക്കൊരു ബുദ്ധിമുട്ട് വരാതെ നോക്കുക എന്നൊക്കെ പറഞ്ഞ് വളർത്തുമ്പോഴും അവരവരുടെ കഴിവുകളെ തിരിച്ചറിയാനുള്ള സന്ദർഭങ്ങളും നഷ്ടപ്പെടുത്തരുത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് സ്കൂളിലൊക്കെ പോയിട്ടോ. കുട്ടികളെ സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതേപോലെ സദ്യ ഒക്കെ വരുന്ന വഴിക്ക് കഴിച്ചു. സദ്യ എനിക്കിങ്ങനെ ഒരുപാട് സദ്യയും കറികളും ഇഷ്ടമല്ല ശരിക്ക്. 1 2 കറികൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്നാലും ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഈ കക്ക ഫ്രൈ, പിന്നെ എന്തൊക്കെയാ കൂന്തൽ റോസ്റ്റൊക്കെ വാങ്ങിച്ചു. നല്ലതായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ മക്കൾക്ക് ഞാൻ ചോറ് കൊടുക്കൽ കുറവാണ് സ്കൂൾക്ക്. ചോറ് ആരും കഴിച്ച് വരൂല മുഴുവനായിട്ട്. അവർ കഴിക്കുന്ന സാധനങ്ങൾ കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെയാണ് ലഞ്ചായിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ സ്നാക്സിന് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വ്ളോഗിൽ കാണാം മറ്റൊരു വിഷയവുമായി. താങ്ക് യു സോ മച്ച്.